ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമ്മൾക്കായിട്ട് അനേക പ്രോമിസസുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നമുക്കിന്ന് നോക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യ ആനന്ദം അവരുടെ തലയിലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞെരുക്കവും ഓടിപ്പോകും. ഈ ദുഷ്ടതയും അതിക്രമവും കൊള്ളരുതായ്മയും പട്ടിണിയും വേദനയും മരണവും നിറഞ്ഞ ലോകത്തിൽ നമ്മൾക്ക് എങ്ങനെ സന്തോഷിപ്പാനായിട്ട് സാധിക്കും? നിത്യമായിട്ട് ഒരാനന്ദം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാകുവാനായിട്ട് സാധിക്കും? സന്തോഷവും സമാധാനവും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദിനം പ്രതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് സാധിക്കും? അതേ സഹോദരിമാരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസാണ്. നാം ഈ ലോകത്തിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായിട്ട്, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സമാധാനമുള്ളവരായിട്ട് ജീവിക്കണം എന്നുള്ളത് കർത്താവ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രോമിസാണ്. അതിന് കാരണം നമ്മുടെ കർത്താവ് വീണ്ടും വരും. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ നമ്മളോട് പറഞ്ഞിട്ട് പോയത്, ഞാൻ എല്ലാ നാളും ഒരു ദിവസം 24 മണിക്കൂറില്ല, 24 മണിക്കൂറും നമ്മളോട് കൂടെയുണ്ട്. ഇടയ്ക്കിട്ടിട്ട് പോകുന്നവനല്ല. ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കാരണങ്ങൾ കൊണ്ട് നമ്മളെ കുറച്ചു നേരം വിട്ടിട്ട് പോകുന്ന കർത്താവല്ല. എല്ലാ നാളും എല്ലാ നിമിഷവും നമ്മളോട് കൂടെയുള്ളവനാണ്, നമ്മളെ താങ്ങുന്നവനാണ്. മാത്രമല്ല, നമ്മുടെ ഈ ജീവിതത്തിലെ വാസം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളെ ചേർക്കുവാനായിട്ട് വരികയും നിത്യതയിൽ ദൈവത്തിൻ്റെ അടുത്ത് ദൈവത്തോടു കൂടെ വസിക്കുവാനായിട്ട് നമ്മളെ ചേർക്കുകയും ചെയ്യുന്ന സ്നേഹവാനായ കർത്താവാണ് നമ്മളോട് കൂടെ ഉള്ളത്. അത് മനസ്സിലാക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെയായിരുന്നാലും കർത്താവിൽ സന്തോഷിപ്പാൻ, കർത്താവിൽ ആനന്ദിപ്പാൻ, കർത്താവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഒരു ദൈവത്തിൻ്റെ മകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നത്. പൗലോസും സില്ലാനോസും ദൈവത്തിൻ്റെ വചനവും പ്രസംഗിച്ചുകൊണ്ട് ഫിലിപ്പ പട്ടണത്തിൽ നടക്കുകയായിരുന്നു. അവിടെ ചിലരെല്ലാം രക്ഷിക്കപ്പെട്ടു. എന്നാൽ അവിടെയുള്ള ജനങ്ങൾക്ക് അവർക്കത്ര അത് ഇഷ്ടമായില്ല. അവർ പത്രോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി. യഹൂദന്മാരെ ഇവരെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള കുറ്റങ്ങൾ ചുമത്തി. അതുകൊണ്ട് എന്തുപറ്റി? അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു. അതിനുശേഷം കോൽ കൊണ്ട് അവരെ അടിപ്പിച്ചു. അതിന് വളരെ അടുപ്പിച്ച ശേഷം, 1-2 അടിയൊന്നും അല്ലായിരിക്കും അടിച്ചത്, വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കൊടുത്തതുകൊണ്ട് ഇതേതാണ്ട് വലിയ കുറ്റവാളികളും കൊള്ളരുതാത്തവരും ആയിരിക്കുമെന്ന് വിചാരിച്ച് ഇവരെ അകത്തെ തടവിൽ ആക്കി അവരുടെ കാല് ആമത്തിലിട്ട് പൂട്ടി. അവരുടെ കണ്ടീഷൻ, പ്രിയ സഹോദരിമാരെ, നാം ഒന്ന് ഓർത്ത് നോക്കിക്കേ. മെത്തയിൽ കിടന്നിട്ട് ഉറക്കം വരാത്ത, അല്ലെങ്കിൽ മെത്തയിൽ കിടന്നാൽ കർത്താവിനെ സ്തുതിക്കാത്ത ജനമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ അടിയുടെ വേദന കാരണം ദേഹം മുഴുവനും അവർക്ക് വേദനയുണ്ടായിരുന്നു കാണും. മാത്രമല്ല, അവരുടെ കാല് ആമത്തിൽ പൂട്ടിക്കിടക്കുകയാണ്. വിശപ്പും ദാഹവും എല്ലാം അവരുടെ ജീവിതത്തിലുണ്ടായിരിക്കാം. എന്നാൽ അവർ ചെയ്തത്, അവർ ദൈവത്തെ പാടി സ്തുതിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സ്വല്പം വേദനയുണ്ടെങ്കിൽ, കുറച്ച് തലവേദനയുണ്ടെങ്കിൽ, കുറച്ച് പ്രോബ്ലംസ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാൻ പോലും നാം മറന്നു പോകുന്നവരായിട്ട് തീരുന്നുണ്ട്. വേദനയുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം അനുഭവപ്പെടും. എന്നാൽ ഇവിടെ പൗലോസും ശീലാസും അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അതെ, ഈ സാഹചര്യം എന്തെന്നുള്ളതല്ല. ഒരു ദൈവത്തിൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും ഏതവസ്ഥയിലും അവർക്ക് പാടി സ്തുതിപ്പാൻ സാധിക്കുമെന്നുള്ളത് ഇവിടെ പൗലോസിൻ്റെ ശിലാസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പിറുപിറുക്കുന്നവരും
ദൈവത്തെ മറുതലിക്കുന്നവരുമാകാതെ നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.